Hello friends, welcome to PSC and Cooperative Winner. October 16th, 2020 ഖാദി ബോർഡ് കണ്ടക്ട് ചെയ്യുന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ എക്സാം നടക്കുകയാണ്. PSCയുടെ ഭാഗത്തുനിന്ന് പുതിയ അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ എക്സാം പോസ്റ്റ്പോൺ ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒക്ടോബർ 16th എക്സാം നടക്കുമെന്ന് വിചാരിച്ചിട്ട് പഠിക്കുക. PSCൻ്റെ മറ്റ് എക്സാംസിനും ഈ ഒരു 100 ക്വസ്റ്റ്യൻസ് വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ CSEB കണ്ടക്ട് ചെയ്യുന്ന ജൂനിയർ ക്ലർക്ക്, സെക്രട്ടറി എക്സാമിനും അതുപോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ, അതുപോലെ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിലെ അസിസ്റ്റൻറ്റ് തുടങ്ങിയ കോപ്പറേറ്റീവ് ബേസ്ഡ് എക്സാംസിനൊക്കെ ഒരുപോലെ ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു 100 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ PSC പുതുതായി പബ്ലിഷ് ചെയ്ത ന്യൂ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രണ്ടാമത്തെ എക്സാമാണ് PSC കണ്ടക്ട് ചെയ്യുന്നത്. February 1 ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ ഒരു എക്സാം ന്യൂ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു 100 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫുള്ളി സിലബസ് ഓറിയൻറ്റഡ് ആണ്. ഓക്കെ, ഇതിൽ ഞാനൊരു 50 എബവ് പാർട്ടോളം സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നെറ്റ് റിസോഴ്സും ബുക്സൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഈ 51 പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 100 ക്വസ്റ്റ്യനും ആ ഒരു സിലബസിൽ ഞാൻ കളക്ട് ചെയ്ത നോട്ടിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് പുതിയ ക്വസ്റ്റ്യൻസ് ഇതിൽ കാണാൻ പറ്റും. ഒരു 90% ഈ ക്വസ്റ്റ്യൻസൊക്കെ എക്സാമിന് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. എല്ലാവരും ഈ ഒരു 100 ക്വസ്റ്റ്യൻസും പഠിച്ചു വയ്ക്കുക. ഓക്കെ, പിന്നെ അതുമാത്രമല്ല, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടും. എല്ലാ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ബോക്സ് എല്ലാവരും ചെക്ക് ചെയ്യണം. മിസ്റ്റേക്സ് ഒരിക്കലും ആരും പഠിക്കരുത്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രിൻസിപ്പിൾ ഓഫ് സോൾവൻസി ഈസ് വൺ ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡാഷ്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് സോൾവൻസി. അതുമാത്രമല്ല, ബാക്കിയൊരു 7ഓളം പ്രിൻസിപ്പിൾസും കൂടെ ഉണ്ട്. അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, സെക്ഷൻ 42 ഓഫ് RBI ആക്ട് ഡീൽസ് വിത്ത് CRR, ക്യാഷ് റിസർവ് റേഷ്യോ ആണ് RBI ആക്ടിൻ്റെ 42 ഡീൽ ചെയ്യുന്നത്. ഡോണ്ട് കീപ്പ് എനി എക്സസ് റിസർവ് ഈസ് എ ടെക്നിക് ഓഫ് ഡാഷ്. ക്രെഡിറ്റ് ക്രിയേഷൻ ടെക്നിക്കാണ്. അതായത് റിസർവ് നമ്മൾ ഒരുപാട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എക്സസ് റിസർവ് കുറച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രെഡിറ്റ് പറ്റും. അത് ലോൺ കൂടുതൽ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരുപാട് എമൗണ്ട് കീപ്പ് ചെയ്ത് വെച്ച് നമുക്കൊരിക്കലും കൂടുതൽ എമൗണ്ട് ലോണായിട്ട് കൊടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സേഫ്റ്റി, ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി, പർപ്പസ്, ഡൈവേഴ്സിഫൈഡ് എക്സെട്ര ആർ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡാഷ്. ലെൻഡിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് സേഫ്റ്റി, ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി, പർപ്പസ് ആൻഡ് ഡൈവേഴ്സിഫൈഡ്. ഓക്കെ, 5th ക്വസ്റ്റ്യൻ, സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി അപ്പോയിൻറ്റഡ് ഇൻ ദ ഇയർ. RBIയുമായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റിയാണ് സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി. അത് അപ്പോയിൻറ്റ് ചെയ്തത് 1931 ഓക്കെ, RBI ഫോംഡ് ഇൻ ദ ഇയർ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് 1935 April 1 RBI ഫോം ചെയ്തത്. SLR ഡിനോട്ട്സ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്നാണ് SLR ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോംഡ് ഇൻ ദ ഇയർ. 1921 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത്. അതായത് 3 പ്രസിഡൻഷ്യൽ ബാങ്ക് മെർജ് ചെയ്തിട്ടാണ് ഇമ്പീരിയൽ ബാങ്ക് ഫോം ചെയ്തത്. ഇതിൻ്റെ ക്ലാസ്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യോനോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ യു ഓൺലി നീഡ് വൺ. SBI ആണ് യോനോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. SBT മെർജ്ഡ് വിത്ത് SBI ഇൻ 2017. 2017 SBIയുടെ 5 അസോസിയേറ്റ് ബാങ്ക് ഇൻക്ലൂഡിങ് SBT 5 അസോസിയേറ്റ് ബാങ്കും അതുപോലെ തന്നെ ഭാരതീയ മഹിളാ ബാങ്കും SBIയിൽ മെർജ് ചെയ്തത്. ഓക്കെ, ബാങ്കിങ് ഫസ്റ്റ് നാഷണലൈസേഷൻ 1969 സെക്കൻഡ് നാഷണലൈസേഷൻ 1980 April 15. ലീഡ് ബാങ്ക് സ്കീം റെക്കമെൻഡഡ് ബൈ നാരിമാൻ ആൻഡ് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്
ലീഡ് ബാങ്ക് സ്കീം റെക്കമെൻഡ് ചെയ്തത്? ഓക്കെ, 1969 ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 13th question, district credit plan introduced in 1974. 1974 ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പേയ്മെൻറ്റ് ബാങ്ക് ക്യാൻ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് അപ് ടു. പേയ്മെൻറ്റ് ബാങ്കിന് 1 lakh അപ് ടു 1 lakh വരെ ഡെപ്പോസിറ്റ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒന്നും പേയ്മെൻറ്റ് ബാങ്കിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ് ടു 1 lakh വരെ ഡെപ്പോസിറ്റ് മാത്രം ആക്സെപ്റ്റ് ചെയ്യും. പ്രധാനമന്ത്രി ജൻധൻ യോജന ഫോംഡ് ഇൻ ദ ഇയർ 2014 ഓഗസ്റ്റ് 28. 2014 ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി ജൻധൻ യോജന ഫോം ചെയ്തത്. അതായത് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ലക്ഷ്യത്തോടെ നരേന്ദ്രമോദി ഗവൺമെൻറ് ഫോം ചെയ്തതാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന എന്നുള്ള സ്കീം. ഓക്കെ. ഇൻ 2003 ദ ഡാഷ് ബാങ്ക് മെർജ്ഡ് വിത്ത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. നെടുങ്ങാടി ബാങ്കാണ് 2003 പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് മെർജ് ചെയ്തത്. ഓക്കെ. തേർഡ് ലാർജസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. ബാങ്ക് ഓഫ് ബറോഡയാണ് തേർഡ് ലാർജസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. ഫസ്റ്റ് SBI ആണ്, സെക്കൻഡ് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്, തേർഡ് ലാർജസ്റ്റ് ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ. 18th question, ECS മീൻസ് ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസാണ് ECS എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ എക്സാമിന് ചോദിച്ചിരുന്നു. കേസ് ഷെയർ കമ്മിറ്റി ഈസ് റിലേറ്റഡ് വിത്ത് EFT. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടതാണ് കേസ് ഷെയർ കമ്മിറ്റി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റുപേ കാർഡ് ഡെഡിക്കേറ്റഡ് ടു ഇന്ത്യ ഇൻ ഡാഷ് ഇയർ. 2014 May 8 റുപേ കാർഡ് ഇന്ത്യക്ക് ഡെഡിക്കേറ്റ് ചെയ്തത്. 2012 റുപേ കാർഡ് ഫോം ചെയ്തത്. ഓക്കെ. ഇൻ ക്യാമൽസ് റേറ്റിംഗ് L ഇൻഡിക്കേറ്റ്സ്. ക്യാമൽസ് റേറ്റിംഗിൽ L ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലിക്വിഡിറ്റിയാണ്. ഓക്കെ. സർഫേസി ആക്ട് പാസ്സാക്കിയത് 2002 ജൂൺ 21. ഓക്കെ. മെയിനായിട്ട് NPA റിക്കവറിക്ക് വേണ്ടിയിട്ടാണ് സർഫേസി ആക്ട് ഫോം ചെയ്തത്. പ്രൊവിഷൻ മെയ്ഡ് ഫോർ NPA ഈസ് ഡാഷ്, ദാറ്റ് ഈസ് റിസ്ക് കോസ്റ്റ് ആണ് പ്രൊവിഷൻ മെയ്ഡ് ഫോർ NPA. ഓൾഡ് നെയിം ഓർ പ്രീവിയസ് നെയിം ഓഫ് അടൽ പെൻഷൻ യോജന, ദാറ്റ് ഈസ് സ്വാവലംബൻ യോജന. സ്വാവലംബൻ യോജനയാണ് പ്രീവിയസ് നെയിം ഓഫ് അടൽ പെൻഷൻ യോജന. സെക്ഷൻ 22 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഡീൽസ് വിത്ത്, ദാറ്റ് ഈസ് ലൈസൻസിങ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ആണ് സെക്ഷൻ 22 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഡീൽ ചെയ്യുന്നത്. 26th question, the banking company obtain approval from dash before removing or appointing an auditor, that is RBI അപ്രൂവൽ കിട്ടിയെങ്കിൽ മാത്രമേ ഒരു ബാങ്കിങ് കമ്പനിക്ക് ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനും റിമൂവ് ചെയ്യാനും റീഅപ്പോയിൻറ്റ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. 27th question, RV ഗുപ്ത കമ്മിറ്റി റിലേറ്റഡ് ടു. കിസാൻ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടതാണ് RV ഗുപ്ത കമ്മിറ്റി. 28th question, നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഫോംഡ് ഇൻ ദ ഇയർ 1988 ന്യൂഡൽഹി ആസ്ഥാനമായിട്ടുള്ള നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഫോം ചെയ്തത്. 29th question, മെമ്പർ റിലീഫ് ഫണ്ട് ഈസ് എ ഡാഷ്. മെമ്പർ റിലീഫ് ഫണ്ട് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണ് മെമ്പർ റിലീഫ് ഫണ്ട്. നെക്സ്റ്റ്, ഫസ്റ്റ് നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ഫോംഡ് ഇൻ ബറോഡ. ബറോഡയിലാണ് ഫസ്റ്റ് നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ഫോം ചെയ്തത്. നെക്സ്റ്റ് 31st question ആണ്, ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് ലാൻഡ് മോർഗേജ് ബാങ്ക് ഇൻ ഇന്ത്യ. ഫസ്റ്റ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് മദ്രാസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 32, ഇസാഫ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ബാങ്ക്. ഇസാഫ് ഈസ് ആൻ ഇസാഫ് ഈസ് എ സ്മാൾ ഫിനാൻസ് ബാങ്കാണ് ഇസാഫ്. അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 100 crore ആണ് അതിൻ്റെ ക്യാപിറ്റൽ. അപ്പോൾ അഡീഷണൽ പോയിൻറ്റ്സ് പറഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും നമുക്ക് ഈ വീഡിയോയ്ക്ക്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോസൊക്കെ കാണും. ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ 33 ഇൻ 2019 വിജയ ബാങ്ക് ആൻഡ് ദേന ബാങ്ക് മെർജ്ഡ് വിത്ത് ഡാഷ്. 2019 വിജയ ബാങ്കും ദേന ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയിൽ മെർജ് ചെയ്തത്. അതുകൊണ്ട് തന്നെ തേർഡ് ലാർജസ്റ്റ് ബാങ്ക് ഓഫ് ബറോഡ ബിക്കെയിം ദ തേർഡ് ലാർജസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. ഇങ്ങനെ മെർജ് ചെയ്തുകൊണ്ട് കൂടിയാണ് തേർഡ് ലാർജസ്റ്റ് ബാങ്കായിട്ട് മാറിയത്. 34 ബേസൽ നോംസ് ഫസ്റ്റ് അഡോപ്റ്റഡ് ഇൻ ഇന്ത്യ. 1999 ബേസൽ നോംസ് ഫസ്റ്റ് ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തത്. ബേസൽ 1, 2, 3 വരെ ഉണ്ട്. അതിൽ ഫസ്റ്റ് അഡോപ്റ്റ് ചെയ്തത് 1999 ഇന്ത്യയിൽ. 35 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്ഡ് ഇൻ. ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്തത് 1914. നെക്സ്റ്റ് മിനിമം അഫിലിയേഷൻ ഫീ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 100 രൂപയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ മിനിമം അഫിലിയേഷൻ ഫീ. 37 ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ് ആർ. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ് ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ്. 38 ലീഗൽ ടെൻഡർ മണി റെഫേഴ്സ് ടു ഡാഷ്. കറൻസി നോട്ട്സ് ആണ് ലീഗൽ ടെൻഡർ മണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 39 മെയിൻ ഫിനാൻസിങ് ഏജൻസി ഓഫ് ഹൗസിംഗ് സൊസൈറ്റീസ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 1956 ഇത് ഫോം ചെയ്തത്. LIC ആണ് ഹൗസിംഗ് സൊസൈറ്റീസിൻ്റെ മെയിൻ ഫിനാൻസിങ് ഏജൻസി. 40 ഫസ്റ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ ഇന്ത്യ. 1904 ആണ് ഫസ്റ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ ഇന്ത്യ. 41 ദ ആക്ട് ഓഫ് റെക്കോർഡിംഗ് ദ ഫാക്ട് ഓഫ് ഡിസോണർ ഓഫ് ബിൽ ബൈ നോട്ടറി പബ്ലിക് ഈസ് ഡാഷ്. നോട്ടിംഗ് ആണ്. ഓക്കെ. 42 നോട്ടിംഗ് ചാർജ് ഈസ് ആൻ എക്സ്പെൻസ് ടു ദ ഡാഷ്. ആക്സെപ്റ്റർക്ക് നോട്ടിംഗ് ചാർജ് ഒരു എക്സ്പെൻസ് ആണ്. ബാങ്ക് റേറ്റ് ഈസ് ഫിക്സഡ് ബൈ. 43 ബാങ്ക് റേറ്റ് ഈസ് ഫിക്സഡ് ബൈ RBI. 44 ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് RBI ഇനീഷ്യലി ലൊക്കേറ്റഡ് അറ്റ്. ഫസ്റ്റ് RBIൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൽക്കത്തയായിരുന്നു, പിന്നീട് അത് മുംബൈയിലേക്ക് മാറ്റി. 45 ദ ഓഡിറ്റ് ഫീ ഓഫ് അപ്പെക്സ് SC/ST സൊസൈറ്റീസ് ഈസ് നിൽ. മുമ്പ് അപ്പെക്സ് സൊസൈറ്റീസിക്ക് 50% കൊടുക്കേണ്ടിയിരുന്നു. എന്നാൽ പുതിയ റീസെൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ് പ്രകാരം അപ്പെക്സ് SC/ST സൊസൈറ്റിക്ക് ഓഡിറ്റ് ഫീ നില്ലാണ്. 46 സെസ് ഫണ്ട് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡിങ് റിബേറ്റ് ടു കസ്റ്റമേഴ്സ്. സെസ് ഫണ്ട് കസ്റ്റമേഴ്സിന് റിബേറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. 47 വാംനികോം വാസ് സെറ്റപ്പ് ഇൻ. വൈകുണ്ഠ മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ഫോം ചെയ്തത് 1967 1967 ഏപ്രിലാണ് ഫോം ചെയ്തത്. ഓക്കെ. 48 ഷൂൾസ് ടൈപ്പ് ഓഫ് ബാങ്ക് ആർ ആൾസോ കാൾഡ് പോപ്പുലർ ബാങ്ക്സ്. അപ്പോൾ ഷൂൾസ് ടൈപ്പ് ഓഫ് ബാങ്കിന് പറയുന്ന പേരാണ് പോപ്പുലർ ബാങ്ക്. ഷൂൾസ് ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ഒരു മെയിൻ കോപ്പറേറ്റർ ആയിരുന്നു ഷൂൾസ്. ദ ഏരിയ ഓഫ് എ പ്രൈമറി ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഒരു പ്രൈമറി ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു താലൂക്കാണ്. ഓക്കെ. 50 ഡിസ്ട്രിക്ട് ലെവൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ആൾസോ കാൾഡ് സെൻട്രൽ ബാങ്ക്സ്. ഓക്കെ. ഡിസ്ട്രിക്ട് ലെവൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ആൾസോ കാൾഡ് സെൻട്രൽ ബാങ്ക്സ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് 51ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ. ഹൗസ് ഫെഡിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആണ് മാനേജിംഗ് ഡയറക്ടർ. 52 എ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ ഹാസ് ഡാഷ് നോ വോട്ടിംഗ് റൈറ്റ്സ്. ഓക്കെ. നോമിനൽ മെമ്പറിന് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടായിരിക്കില്ല. 53 ഇഫ്കോ ഈസ് രജിസ്റ്റേർഡ് അണ്ടർ. മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് ഇഫ്കോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ഫാമേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്. 54 കസ്റ്റമർ ആൻഡ് ബാങ്ക് റിലേഷൻഷിപ്പ് ഇൻ ദ കേസ് ഓഫ് ലോൺ. ലോണിൻ്റെ കേസിൽ കസ്റ്റമർ എന്താണ്, ബാങ്ക് എന്താണ്? കസ്റ്റമർ ഡെപ്റ്ററും ബാങ്ക് ക്രെഡിറ്ററുമാണ്. കസ്റ്റമർ ഡെപ്റ്ററും ബാങ്ക് ക്രെഡിറ്ററുമാണ് ലോണിൻ്റെ കേസിൽ. അതുപോലെ തന്നെ ഡെപ്പോസിറ്റിൻ്റെ കേസിൽ നേരെ ഓപ്പോസിറ്റ്. ഇതിൻ്റെയൊക്കെ ക്ലാസ് കോഡ് രൂപത്തിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം.
55. Birthplace of Dairy Cooperative Society. Denmark is the birthplace of Dairy Cooperative Society. The UNO started celebrating Cooperative Day from UNO Cooperative Day സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് 1995-ലാണ്, 1995-ലാണ്. നോർമലി ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് 1923-ലാണ്, 1923-ലാണ്. UNO സ്റ്റാർട്ട് ചെയ്തത്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത് 1995-ലാണ്. 57. The global mark of ICA Co-op introduced in 2013. ICAൻ്റെ ഗ്ലോബൽ മാർക്ക് ആയിട്ടുള്ള കോ-ഓപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2013-ലാണ്. ഓക്കെ. 58. The working capital of Surabhi provided by. സുരഭിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് നബാർഡാണ്. ഓക്കെ. നബാർഡ് 1982-ലാണ് ഫോം ചെയ്തത്. അഗ്രികൾച്ചർ സൊസൈറ്റീസിൻ്റെ അപ്പെക്സ് ആണ് നബാർഡ്. 59. NDDB ആക്ട്, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ആക്ട് പാസ്സാക്കിയത് 1987-ലാണ്, 1987-ലാണ് NDDB ആക്ട്. 1965-ലാണ് NDDB ഫോം ചെയ്തെങ്കിൽ പോലും ആക്ട് 1987-ലാണ്. ഓക്കെ. 60. The validity period of demand draft is. DDൻ്റെ വാലിഡിറ്റി പീരീഡ് 3 months ആണ്. ഓക്കെ. 61. SC/ST societies have dash structure. SC/ST സൊസൈറ്റീസിന് 2-tier സ്ട്രക്ചർ ആണുള്ളത്. ഓക്കെ. 62. The rule framed Clinton case have been incorporated in. The rule framed Clinton case have been incorporated in. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ആണ്. ക്ലിട്ടൺ കേസുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സ്വിഫ്റ്റ്. ബ്രസൽസ് ആണ് സ്വിഫ്റ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ. സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർബാങ്ക് ഫിനാൻഷ്യൽ ടെലി കമ്മ്യൂണിക്കേഷൻ, അതാണ് സ്വിഫ്റ്റ്. ക്രെഡിറ്റ് കാർഡ് ഒറിജിനേറ്റഡ് ഇൻ USA. USA-ലാണ് ഫസ്റ്റായിട്ട് ക്രെഡിറ്റ് കാർഡ് ഇറങ്ങിയത്. 65. ഡബിൾ ക്രോസിംഗ് ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ ഡാഷ് ഓഫ് NI ആക്ട്. 127 127 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ 127-ാമത്തെ സെക്ഷനിലാണ് ഡബിൾ ക്രോസിങ്ങിനെ പറ്റി പറയുന്നത്. നെക്സ്റ്റ് 66. The economic system based on private ownership. The economic system based on private ownership, that is capitalism ആണ് പ്രൈവറ്റ് ഓണർഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇൻഡിവിജ്വൽ ഈസ് ദ സുപ്രീം. 67. ടീം ഓഡിറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ. 1988-ലാണ് ടീം ഓഡിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1988. നെക്സ്റ്റ് 68. റിബേറ്റ് ഈസ് റിലേറ്റഡ് ടു ഹാൻഡ്ലൂം. ഹാൻഡ്ലൂമായി ബന്ധപ്പെട്ടതാണ് റിബേറ്റ്. നെക്സ്റ്റ് 69. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ. SHG അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1992-ലാണ്, 1992-ലാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. Pecking order theory is associated with. Pecking order theory associated with financing decision. ഫിനാൻസിങ് ഡിസിഷനുമായി ബന്ധപ്പെട്ടതാണ് പെക്കിംഗ് ഓർഡർ തിയറി. ഓക്കെ. 71. ഇൻ എ ജോയിൻറ്റ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് നോമിനേഷൻ ഫെസിലിറ്റീസ് അവൈലബിൾ ടു. ഒരു ജോയിൻറ്റ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ നോമിനേഷൻ ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലി വൺ നോമിനേഷൻ, ഒരാൾക്ക് മാത്രമേ നോമിനി ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ ജോയിൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ പോലും. ഓക്കെ. 72. പ്ലെഡ്ജ് ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ ഡാഷ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ 172-ാമത്തെ സെക്ഷനിലാണ് പ്ലെഡ്ജിനെ കുറിച്ചിട്ട് പറയുന്നത്. 172-ലാണ് പ്ലെഡ്ജ്. 172 പ്ലെഡ്ജ്.
ഓക്കെ. 73 UTI ബാങ്ക് ഈസ് റിനെയിംഡ് ആസ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയാണ് പിന്നീട് ആക്സിസ് ബാങ്കായിട്ട് മാറിയത്. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. UTI ബാങ്ക് ഈസ് റിനെയിംഡ് ആസ് ആക്സിസ് ബാങ്ക്. MBP of a society is fixed according to minimum borrowing power. That is MBP of a society is fixed according to bylaw ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അത് പ്രീവിയസ് ആയിട്ടുള്ള CSTB എക്സാംസിനൊക്കെ ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. 75 റൂൾ ഡാഷ് ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഈസ് മെൻഷൻഡ് അബൌട്ട് ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഇൻഷുർഡ് കോപ്പറേറ്റീവ്സിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 15AA. ഓക്കെ. 15AA ആണ് ഇൻഷുർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. റൂൾ 15AA. 76 എ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ഇമ്പോർട്ടേഴ്സ് ബാങ്കാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുക. ഓക്കെ. ബാങ്കിങ് 77 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് 16th March 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഫോം ചെയ്തത്. 78 ഹൗ മച്ച് ദ മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഓഫ് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് 100 crore ആണ്. സ്മാൾ ഫിനാൻസ് ബാങ്കിൻ്റെ 100 crore ആണ്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ 100 കോടിയാണ്. ദ ചെയർമാൻ ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റീൻ്റെ ചെയർമാനാണ് ഗോർവാല. അതുപോലെ തന്നെ ഈ കമ്മിറ്റീനെ പറയുന്ന വേറൊരു പേരാണ് ഗോർവാല കമ്മിറ്റി. നെക്സ്റ്റ് 80th ക്വസ്റ്റ്യൻ. ടീമിംഗ് ആൻഡ് ലേഡിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ക്യാഷ് മിസ്അപ്രോപ്രിയേഷൻ്റെ ഒരു എക്സാമ്പിളാണ് ടീമിംഗ് ആൻഡ് ലേഡിംഗ്. ഓക്കെ. നെക്സ്റ്റ് 81 റൂൾ 3 ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഡീൽസ് വിത്ത് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. അതാണ് റൂൾ 3 പറയുന്നത്. നെക്സ്റ്റ് 82 സെക്ഷൻ 85 ഡീൽസ് വിത്ത് ഡാഷ് ഇൻ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. അപ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ 1969 പറയുന്നതാണ് റിവ്യൂ ഓഫ് ഓർഡർ ബൈ ട്രിബ്യൂണൽ. റിവ്യൂ ഓഫ് ഓർഡർ ബൈ ട്രിബ്യൂണലാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ 85th സെക്ഷനിൽ പറയുന്നത്. സെക്ഷൻ 4 ഓഫ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത് ഡാഷ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻ 4 ഡീൽ ചെയ്യുന്നത് സെൻട്രൽ രജിസ്ട്രാറാണ്. ഓക്കെ. സെൻട്രൽ രജിസ്ട്രാർ. നെക്സ്റ്റ് ആണ് ഡാഷ് റൂൾ ഡീൽസ് വിത്ത് ലാസ്റ്റ് ജനറൽ ബോഡി. റൂൾ 69 ഡീൽസ് വിത്ത് ലാസ്റ്റ് ജനറൽ ബോഡി. റൂൾ 8 ആണ് ഫസ്റ്റ് ജനറൽ ബോഡി. റൂള് 69 ആണ് ലാസ്റ്റ് ജനറൽ ബോഡി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ. ഓക്കെ. 85 ഹു ഈസ് ദ സെക്രട്ടറി ഓഫ് പെൻഷൻ ബോർഡ്. അഡീഷണൽ രജിസ്ട്രാറാണ് പെൻഷൻ ബോർഡിൻ്റെ സെക്രട്ടറി ആയിട്ട് വരുന്നത്. 86 മദീന ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി അല്ലെങ്കിൽ ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി, ദാറ്റ് ഈസ് ജർമ്മനി. 87 ദ ഫസ്റ്റ് ഫ്രൂട്ട് ജ്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ മിൽമ.
the fruit juice produced by Milma. That is refresh ആണ് മിൽമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രൂട്ട് ജ്യൂസ്. 88. Orange color in cooperative flag denotes vision of possibility. 2001 ICA ഒരു പുതിയ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആ പുതിയ ഫ്ലാഗിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആ പുതിയ ഫ്ലാഗിൻ്റെ കളേഴ്സ് എന്താ ഡിനോട്ട് ചെയ്യണമെന്ന് പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിലുണ്ട്, നിങ്ങൾക്ക് കയറിയ കാണാം. വിഷൻ ഓഫ് പോസിബിലിറ്റി ആണ് ഓറഞ്ച് കളർ ഡിനോട്ട് ചെയ്യുന്നത്. വിഷൻ ഓഫ് പോസിബിലിറ്റി. ഓക്കെ. POS റഫേഴ്സ് പോയിൻ്റ് ഓഫ് സെയിൽ എന്നുള്ളതാണ് POS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു പ്രീവിയസ് CSEBൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ്. 90. സെക്ഷൻ 131 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ഡീൽസ് വിത്ത്. സെക്ഷൻ 131 പ്രൊട്ടക്ഷൻ ഫോർ കളക്റ്റിംഗ് ബാങ്കർ എന്നുള്ളത് പറയുന്നത്. NI ആക്ടിൻ്റെ സെക്ഷൻ 131 പ്രൊട്ടക്ഷൻ ഫോർ കളക്റ്റിംഗ് ബാങ്കർ. ഓക്കെ. നെക്സ്റ്റ്, ദ ന്യൂ കോപ്പറേറ്റീവ് ഫ്ലാഗ് വാസ് അഡോപ്റ്റഡ് ബൈ ICA ഇൻ. ന്യൂ കോപ്പറേറ്റീവ് ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത് 2001. ഓക്കെ, അതിൻ്റെ കളേഴ്സും കൂടി ഒന്ന് എല്ലാവരും പഠിച്ചേക്കണം. 92. റൈഫിസൺ അഡ്വൈസ്ഡ് ഫോർ ഡാഷ് ലയബിലിറ്റി സൊസൈറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്. റൈഫിസൺ അഡ്വൈസ് ചെയ്തത് അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് ആണ്. റൂറൽ ഏരിയയിലെ അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് ആണ് റൈഫിസൺ അഡ്വൈസ് ചെയ്തത്. 93. ഗ്രാറ്റുറ്റി ഡീൽസ് ഇൻ സെക്ഷൻ ഡാഷ്. സെക്ഷൻ 62 ആൻഡ് റൂള് 59 ഗ്രാറ്റുറ്റി ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ മാക്സിമം ഏജ് ലിമിറ്റ് ഫോർ അപ്പോയിൻമെൻറ്റ് ഇൻ ജനറൽ കാറ്റഗറി ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നമുക്ക് ജോലി ലഭിക്കാൻ വേണ്ട മാക്സിമം ഏജ്, ജനറൽ കാറ്റഗറിയിലുള്ള ഒരാൾക്കുള്ള മാക്സിമം ഏജ് എന്ന് പറയുന്നത് 40 40 വരെ നമുക്ക് ജോലിക്ക് വേണ്ടി ശ്രമിക്കാം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ. 95. എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട്. എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് പാസ്സാക്കിയത് 1952 1952 എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട്. 96. ദ റോം into which a user can write once but read many times. ഒരു വട്ടം മാത്രമേ റീഡ് ഓൺലി മെമ്മറിയിൽ എഴുതാൻ പറ്റുള്ളൂ, പക്ഷേ ഒരുപാട് സമയം വായിക്കാം, പക്ഷേ ഒരു തവണ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള റോമിനെയാണ് പ്രോം എന്ന് പറയുക. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഓക്കെ. ദ ടേം ജിഗാബൈറ്റ്സ് റെഫേഴ്സ് ടു. ദ ടേം വണ്ണും കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. ഒരു GB എന്ന് പറഞ്ഞാൽ എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 1 GB ഈക്വൽ ടു 1024 മെഗാബൈറ്റ്സ് അല്ലെങ്കിൽ 1024 MB ആണ് ഒരു GB എന്ന് പറയുന്നത്. മൊബൈൽ ഡാറ്റയൊക്കെ നമ്മൾ റീചാർജ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ 1024 MB ആണ് ഒരു GB. ഓക്കെ, ഒരു ജിഗാബൈറ്റ്. 98. കമ്പ്യൂട്ടർ വിച്ച് സ്റ്റോർസ് ദ ഡിഫറെൻറ്റ് വെബ് പേജസ് ഈസ് കാൾഡ് വെബ് സെർവർ. വെബ് സെർവറിലാണ് നമ്മൾ ഒരുപാട് വെബ് പേജസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതാണ് 98. കമ്പ്യൂട്ടേഴ്സ് വിച്ച് സ്റ്റോർസ് ദ ഡിഫറെൻറ്റ് വെബ് പേജസ് ഈസ് കാൾഡ് വെബ് സെർവർ. 99. സോഫ്റ്റ്വെയർ വിച്ച് അലൗസ് യൂസർ ടു ലോഡ് വെബ് പേജസ്. ദാറ്റ് ഈസ് ബ്രൗസറാണ് വെബ് പേജസ് ലോഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ. 100. IT അമെൻമെൻറ്റ് ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ. IT ആക്ട് 2000 ആണ്. അമെൻമെൻറ്റ് ആക്ട് 2008 പാസ്സാക്കിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ ഇഷ്ടപ്പെട്ടാൽ താഴെ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നെക്സ്റ്റ് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് വേണ്ടതെന്നുള്ളതും താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഇടയിൽ എന്തെങ്കിലും ലാഗ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് സോറി. ദെൻ എല്ലാവരും വീഡിയോസ് കാണണം. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.